ഹായ്, വാട്സപ്പിൽ ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. എന്താണ് ഈ അപ്ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ വാട്സപ്പിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു അപ്ഡേറ്റ് ആണ്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കയറിയിട്ട് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രൊഫൈലുകൾ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഏറ്റവും താഴെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ്സ് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഇട്ടിരിക്കുന്ന സ്റ്റാറ്റസുകളൊക്കെ നമുക്ക് കാണാം. അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പരസ്യം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അത്, അല്ലേ? മാത്രമല്ല ഇപ്പോൾ വാട്സപ്പ് പെയ്ഡ് വേർഷൻ ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പരസ്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, സ്റ്റാറ്റസിലുള്ള പരസ്യങ്ങൾ. അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഏറ്റവും മുകളിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, ഇവിടെ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. ആ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആഡ് പെർഫോമൻസ് ഫോർ സ്റ്റാറ്റസ് ആൻഡ് ചാനൽസ് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നില്ലേ? അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിത് രണ്ട് കാര്യത്തിൽ കാണിച്ചതുകൊണ്ട് ആൻഡ്രോയിഡിലും കാണിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഐഫോണിലും കാണിക്കട്ടെ. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ നമുക്ക് റീസെന്റ് ആഡ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പം ആൻഡ്രോയിഡിൽ ഇവിടെ നോക്കിയിട്ട് ഇവിടെ നോ ആക്ടിവിറ്റി ആണ് കാണിക്കുന്നത്. ഇതിൽ പരസ്യത്തിനെ കുറിച്ചുള്ള ആക്ടിവിറ്റീസ് ഒന്നുമില്ല. പിന്നെ അഡ്വർടൈസ്മെന്റ് നമ്മൾ കണ്ട അഡ്വർടൈസ്മെന്റ് എന്തോണ്ടോ നോക്കുമ്പോൾ ഇതിൽ ആൻഡ്രോയിഡിലൊന്നും കാണിക്കുന്നില്ല. ഇതേ സാധനം ഞാൻ ഐഫോണിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഐഫോൺ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് വാട്സപ്പ് ഒന്നുകൂടി ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഐഫോണിന്റെ സെറ്റിംഗ്സ് കുറച്ച് വ്യത്യാസമുണ്ട്. താഴെ വന്നു കഴിഞ്ഞിട്ട് ആ പ്രൊഫൈലേക്കാൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ആ അക്കൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആഡ് പ്രിഫറൻസസ് ഫോർ സ്റ്റാറ്റസ് ആൻഡ് ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റീസെന്റ് ആക്ടിവിറ്റിയിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കുന്നില്ല ആക്ടിവിറ്റീസ്. പക്ഷേ ഒന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അഡ്വർടൈസ്മെന്റ് യു ഹാവ് സീൻ. നമ്മൾ കണ്ട അഡ്വർടൈസ്മെന്റുകൾ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളത് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ആഡ് ആണ് ഞാൻ കണ്ടത്. അത് ഞാൻ എവിടുന്നാണ് കണ്ടത് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അതാണ് ആഡ് വന്നിരിക്കുന്നത്. ആഡ് എവിടുന്നാണ് കണ്ടത് എന്നുള്ളത് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഫേസ്ബുക്ക് എന്നാണ് എനിക്ക് ആഡ് വാട്സപ്പിലേക്ക് വന്നിരിക്കുന്നത്. കാരണം ഞാൻ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ വാട്സപ്പ് വഴി ലിങ്ക് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി നമുക്കത് ഒഴിവാക്കണമെങ്കിലുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് തൊട്ട മേലെയായിട്ട് ഇത് എവിടുന്നാണ് വന്നതെന്നുള്ള ജസ്റ്റ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അവരുടെ ഫേസ്ബുക്ക് പേജിലേക്ക് ആഡ് ആരാണോ നമുക്ക് പരസ്യമായിട്ട് തന്നിരിക്കുന്നത് അവരുടെ ഫേസ്ബുക്ക് പേജിലേക്ക് നമുക്ക് കയറാൻ സാധിക്കും. നമുക്ക് അവരെ കുറിച്ച് എന്തെങ്കിലും അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവരായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് കണ്ടില്ലേ ആ ഒരു പരസ്യത്തിലേക്ക് കയറാൻ സാധിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ വാട്സപ്പിലേക്ക് ഇവരുടെ പരസ്യങ്ങളൊന്നും വരാതിരിക്കും. തീരെ പരസ്യങ്ങൾ വരാതിരിക്കാനല്ല, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കമ്പനിയുടെ പരസ്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഹൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഹൈഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇവരെ സംബന്ധിച്ചുള്ള ഈ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള ആഡുകളൊന്നും വരാതിരിക്കാൻ അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും.